പറയുന്നുണ്ട്. കഞ്ചാവ് ഒളിപ്പിക്കാൻ മോഹിനിയാട്ടം സിനിമാ മോഡൽ നടപ്പിലാക്കി. കുക്കറിലെ തിളച്ച ചോറിൽ കഞ്ചാവ് ഒളിപ്പിച്ചു. യുവാവ് അറസ്റ്റിലായി. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ തൃശൂർ കുന്നംകുളം സ്വദേശി ബിനീഷാണ് പിടിയിലായിരിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, മോഹിനിയാട്ടം വിജയകരമായിരുന്നു. പക്ഷേ ഇവിടെ കുക്കറിൽ ഒളിപ്പിക്കാൻ നോക്കി അത് കണ്ടെത്താൻ ഈ ഓപ്പറേഷൻ തുഫാനിൽ അംഗമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്താണ് പെട്ടെന്നുള്ളൊരു ആക്ഷൻ ആയിരുന്നു ഇങ്ങനെ കുക്കറിലാക്കാനുള്ള ശ്രമമൊക്കെ? എന്താണ് നടന്നത്? അക്ഷയ, സിനിമയിലുള്ളതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കിയാൽ അത് ഒരുപക്ഷെ ഒരു തരത്തിലും ശരിയാകാൻ സാധ്യതയില്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മോഹിനിയാട്ട സിനിമയിൽ ആ കുക്കർ രംഗമൊക്കെ തന്നെ എല്ലാവർക്കും വളരെയേറെ പരിചിതമാണ്. ആ ഒരു രംഗം ആ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും ആ രംഗം തന്നെയായിരുന്നു. പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കിയായിരുന്നു അടുപ്പൂട്ടി സ്വദേശിയായ ബിനീഷിൻ്റെ വീട്ടിൽ, അതായത് ഈ അടുപ്പൂട്ടിയിലൊരു വീട്ടിൽ കഞ്ചാവ് ഉണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചു. അങ്ങനെ കുന്നംകുളം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് ഈ പരിശോധന നടത്താനായി ബിനീഷിന്റെ വീട്ടിലെത്തുകയായിരുന്നു. അങ്ങനെ എത്തുന്നതിന് തൊട്ട് മുൻപേ തന്നെ പോലീസ് എത്തിയത് കണ്ട് മനസ്സിലാക്കിയ ഈ ബിനീഷ് നേരെ അവിടെ ഉണ്ടായിരുന്ന കഞ്ചാവ് 400 ഗ്രാം കഞ്ചാവാണ് ഉണ്ടായിരുന്നത്. ആ കഞ്ചാവ് നേരെ കുക്കറിനകത്ത് വെക്കുകയും കുറച്ച് അരിയിട്ട് വെള്ളം ഒഴിച്ച് നേരെ ആ കുക്കർ ഈ ഗ്യാസിൽ വെക്കുകയും അടുപ്പിന് മുകളിൽ വെക്കുകയായിരുന്നു. അങ്ങനെ ആ പോലീസ് അവിടെ എത്തി പരിശോധന നടത്തി. മറ്റിടങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയപ്പോഴൊന്നും തന്നെ ഒന്നും ലഭിച്ചില്ല. അതിനിടയിലാണ് അടുക്കളയിൽ നിന്ന് കുക്കർ വിസിലടിക്കുന്നത്. അടുത്തിടെ ഈ മോഹിനിയാട്ടം സിനിമ കണ്ട ഈ ഉദ്യോഗസ്ഥർക്കും ഇനി ഒരുപക്ഷെ കുക്കറിലുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നി. കാരണം ആ കുക്കറിനകത്ത് നിന്ന് മറ്റൊരു സാധാരണ ഉണ്ടാകാറുള്ളതിൽ അപ്പുറത്തേക്ക് കഞ്ചാവിൻ്റെ തരത്തിലുള്ള ഗന്ധം ഉണ്ടായതോടുകൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതൊരു സംശയം തോന്നിയത്. അങ്ങനെ പോലീസ് ആ കുക്കർ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ആ കുക്കറിനകത്ത് ചോറിൽ പൂഴ്ത്തിവെച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. അങ്ങനെ ആ കഞ്ചാവ് 400 ഗ്രാം കഞ്ചാവ് ബിനീഷിനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടന്നത്. ബിനീഷ് നേരത്തെയും ഈ സമാനമായ കേസുകളിലൊക്കെ തന്നെ പ്രതിയാണ്. എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. തുടർ നടപടികൾക്കായി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിനീഷിന്റെ. ലിഷോ, ഇവിടെ എന്തായാലും സിനിമ വലിയ വിജയമാകുന്നു എന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. കാരണം ഈ കഞ്ചാവ് ഉപയോഗിച്ച ആളും സിനിമ കണ്ടിട്ടാണ് ഇങ്ങനൊരു രംഗം ആവിഷ്കരിക്കുന്നത്. സമാനമായി തന്നെ ഈ ഉദ്യോഗസ്ഥനും അത് തോന്നി എന്നുള്ളതാണ്. അതായത് ഈ കഥയും തിരക്കഥയൊക്കെ നിർവഹിച്ച ഡയറക്ഷനൊക്കെ നടത്തിയ ബിനീഷ് ഒറ്റയ്ക്കാണ്. അതേസമയം ഏത് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഒരു, അതായത് കുക്കറിലുണ്ട് എന്നും സ്വാഭാവികമായിട്ടോ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഏത് ഉദ്യോഗസ്ഥനാണ് അതിനെപ്പറ്റി, ഈ സ്ക്വാഡ് ആരായിരുന്നു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ആളുകൾ, അവരെ പറ്റിയുള്ള വിവരങ്ങൾ കൂടി? ഡാൻസ് ഓഫ് സംഘമാണ് ഈ കുന്നംകുളം പോലീസിനൊപ്പം ഉണ്ടായിരുന്നത്. ഈ ഡാൻസ് ഓഫ് സംഘത്തിലെ അംഗങ്ങൾക്ക് തന്നെയാണ് അത്തരത്തിൽ ഒരു സംശയം തോന്നിയത്. മാത്രമല്ല ഈ കുക്കർ രംഗം വളരെയേറെ ഫേമസ് ആയതിനാൽ തന്നെ ഒരു സംശയത്തിൻ്റെ പുറത്ത് ചുമ്മാ നോക്കിയതാണ്. പക്ഷേ അത് കൃത്യമായിരുന്നു എന്നുള്ളതാണ്. ഈ നേരത്തെ നമ്മൾ ദൃശ്യം മോഡൽ ഒക്കെ തന്നെ കൊലപാതകങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മോഹിനിയാട്ടം മോഡലും സംഭവിച്ചിരിക്കുന്നത്. ഈ സിനിമകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അത് സിനിമയിൽ ഒരുപക്ഷെ പിടിക്കപ്പെടാതിരിക്കാം, പക്ഷെ ജീവിതത്തിൽ എപ്പോൾ അങ്ങനെ ഉള്ള ഒരു ക്രൈം നടത്തിയോ അപ്പോഴൊക്കെ പിടിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ്. കേരള പോലീസ് അത്ര മണ്ടന്മാരല്ല, അതായത് അത്രത്തോളം ബുദ്ധിയുള്ള ആളുകളാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം. തീർച്ചയായിട്ടും കേരള പോലീസ് മണ്ടന്മാരല്ല എന്നുള്ളത് മാത്രമല്ല, ഈ സിനിമ കുറ്റവാളികൾ കാണുന്നത് പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും സിനിമയൊക്കെ കാണുന്നുണ്ട് എന്നുള്ള കാര്യവും മറക്കരുത്. ദൃശ്യവും മോഹിനിയാട്ടമൊക്കെ തിയേറ്ററിൽ കാണാനും അത് നമുക്ക് സിനിമയായി കാണാനൊക്കെ അതിമനോഹരമാണ്. പക്ഷേ ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ നോക്കി അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബിനീഷ് കൂടി പിടിക്കപ്പെടുന്നതിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും